സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ റോബ്ലോക്സിലാണ് ഈ സ്ക്വിഡ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഈ ഹാമച്ചാനത് കളിക്കാൻ കഴിഞ്ഞ വട്ടം പോലെ തന്നെയാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ സ്ക്വിഡ് ഗെയിമിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അത്യാവശ്യം കുറേ ആൾക്കാരെന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതെന്ന് പറഞ്ഞാൽ സ്ക്വിഡ് ഗെയിമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീസൺ 3 ഇല്ലേ, അതിൻ്റെ ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് സീസൺ 3ത്തെ പുതിയ ഗെയിമുകളൊക്കെ ഇല്ല, അത് തന്നെ ആയിരിക്കും ഇതിലും ഉണ്ടാവുക. നമ്മൾ സീസൺ 3 ഒക്കെ ഇറങ്ങിയിട്ട് കുറേ കാലമായി, എന്നാലും നമ്മളിപ്പോഴാണ് വരുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഇഹാമച്ചാൻ ഉണ്ട്. ഇഹാമച്ചാൻ എന്തായാലും നമുക്ക് കാത്തിക്കാം. ഓക്കെ, ഇഹാൻ ജോയിൻ ആയിട്ടുണ്ട്. ശേഷം എന്തായാലും കളി എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെലപ്പോർട്ടിങ്ങിലാണ് മറ്റേ ആ ഒരു ഏരിയക്ക്. എന്താവോ എന്തോ. ശേഷം എന്തായാലും കളി എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. ഓരോ കളി ഇങ്ങനെ കാണിക്കട്ടാ. ഇതേതാ ഹൈഡ് ആൻഡ് സീക്ക്, ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട്. മാർബിൾസ് എന്താ കളി? ഗ്ലാസ് ഇതാ മറ്റേ ചെറിയ കുട്ടി ആ കളിയിലുണ്ടായിരുന്നു, സീരീസ് ഉണ്ടായിരുന്നില്ലേ? അതേ സെയിം സാധനം. ഇത് ആർക്കാ കൊടുക്കുക? ഇക്കല്ല, ഇന്ത്യയിലല്ലോ, വേറെ ആർക്കാ കൊടുത്ത്? ആ കളി വായ പോവാ. ഇത് നമ്മള് ഇക്കറിയില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഓടണം. ഇവന്റെ ഓട്ടം വലിയ സുഖമില്ല. നമ്മൾ കഴിഞ്ഞ വട്ടം കളിച്ചില്ലേ, അതേ സെയിം ഗെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിയല്ലോ. അതാ ഗെയിം എന്തായാലും കിണ്ണായിക്കണം. ഫുള്ള് ഒരു ക്രിസ്മസ് തീമാണ്. അവിടെ ചാവല ടീം ഫസ്റ്റ് കളി തന്നെ. നമ്മുടെ സ്നോബോളൊക്കെ ഉണ്ട്, ഇതൊക്കെ എടുത്ത് എറിയാൻ പറ്റുന്നാവോ? ഓടിക്കോ. ഇവിടെ ഓടുന്ന പട്ടം ഞെക്കിക്കണ ജി. അതുണ്ടല്ലേ ഈ ഗെയിമില്. ഇവിടെ ഞാൻ ഇരിക്കാറായിട്ടാ. ഇവിടെ 30 സെക്കൻഡ് കൂടെ ഉള്ളു, ഇപ്പൊ പാടാവും. ഇവിടെ എല്ലാരും ഉന്തിട്ടോ. രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ ഒരുത്തം വന്നിന് ഉന്തിട്ടോ. എന്നെ കൊല്ലാൻ നോക്കി. കളി ഇപ്പൊ ലാസ്റ്റുള്ള ഓനൊക്കെ ഇപ്പൊ ചാവും. അതൊക്കെ ഇപ്പൊ ചാവുള്ളതാണ്. ചത്തി യു വിൽ ബി ഷോർട്ട്ലി മൂഡ് ടു ദ ലോബി. ഇപ്പൊ നമ്മള് ലോബിക്ക് പോവേ. 21 പ്ലേയേഴ്സ് ചത്ര ഫസ്റ്റ് കളി തന്നെ. എന്റെ അമ്മ, ഒരാളുടെ എന്റെ കുഞ്ഞിക്കൂടെ റെഡ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഓടി പോണു. ഒരു വെടി ഉണ്ടല്ലോ, ഒറ്റയടിക്ക് എല്ലാ വെടിയും കൊണ്ടുപോടി. ആ ബാഡ്ജൊക്കെ ഉണ്ട് നമ്മുടെ പുറത്ത്. ഞാൻ നിർത്താനാ പറഞ്ഞോണ്ട്. അതെന്താ സാധനം? എന്ത് പെന്തലണ്? എന്താ മറ്റേ സാധനം 5 ആൾക്കാർ കളിക്കുന്ന കളിയല്ലേ പെന്തലണ്? ഒന്നി കയറി ഇഹാ വാ. വാ, ഞാളേല് വാ ഫസ്റ്റ് തന്നെ കയറിക്കോയില്. അത്രേ ഉള്ളൂ. നമ്മൾ അഞ്ചാളായി. നമ്മള് പിന്നെ കൊറേ രൂപമാരുണ്ട്. നമ്മള് വലിയ രൂപ. ഞാൻ ഒന്നെടുത്തിട്ടോ, ഒന്നാമത്തെ കളി തന്നെ. ഞാനും വേറെ ടീമാണ്. ഇഹാൻ ഒറ്റക്കൊരു ഗെയിം. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇഹാമച്ചാൻ എന്തായാലും ഒറ്റക്ക് കളിക്കണല്ല കളി. എന്ത് വലിയ സുഖലല്ലോ നടത്തുന്നു. കംപ്ലീറ്റ് ആയിട്ടാ ഇന്ത്യ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഗെയിം നമ്മള് സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കിട്ടാ. അത് വലിയ പണിയൊന്നും ഇല്ല. ഭാഗ്യം ഫസ്റ്റ് തന്നെ എടുത്ത്. അല്ലടാ, അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരാൾ നമ്മളെ മോചിപ്പിച്ചാൽ മതി, അപ്പ കളി കഴിയും. ഒരാളിപ്പോൾ ടാസ്ക് നേരം പോലെ ചെയ്തില്ല വിചാരിക്കും ഈ 5 ഗെയിമിൽ. അപ്പോൾ ഈ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്തില്ലെങ്കിൽ ബാക്കി 5 ആളും ചാവും. ഒരാൾ ചെയ്യാതിരുന്നാൽ മതി. നമ്മളെന്തായാലും പെട്ടെന്ന് ചെയ്ത്. ഇവനൊന്നും ചെയ്യുന്നില്ലല്ലോ, അവിടെ ചെയ്യണ പെട്ടെന്ന്. ഇവനൊക്കെ നീ താഴക്കനിടുന്നു പൊട്ടേ. കണ്ടാ, ഇവൻ വെറുതെ താഴക്കിടും. ഇവൻ നമ്മളെ പൊട്ടിക്കാൻ വേണ്ടി കളിക്കാൻ തോന്നുന്നത്. അതാ അപ്പുറത്തെ പറമ്പിൽ എറിഞ്ഞിക്കണു. പിന്നെ ഞാൻ ചത്തടാ. അല്ല, ഇനി നമുക്ക് 2 മിനിറ്റ് 9 സെക്കൻഡ് കിട്ടും. പക്ഷെ ബാക്കിയുള്ള ഗെയിമൊക്കെ കളിക്കണ്ടേ ഇവിടെ. 2000 years later. അവിടെ അവരൊക്കെ അവിടെ തന്നെ എത്തിയിട്ടുള്ളൂ. കുറെ ആൾക്കാർ ഇവിടെ കംപ്ലീറ്റ് ആക്കി. ലെറ്റ്സ് ഗോ.
ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ നമ്മൾ പൊട്ടിയത്. ഇനി ഇവരെല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതിയായിരുന്നു. ഇനി 3 ആൾ കൂടി ഉണ്ട്. മച്ചു പോയി തീർക്കടാ. ഓക്കെ, നമ്മളവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങളവിടെ 4ാമത്തെ ഗെയിമാണ്. ഞങ്ങളുടെ 3ാമത്തെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ആക്കിയാ? 3ാമത്തെ കംപ്ലീറ്റ് ആക്കി. ഞങ്ങളിവിടെ 4ാമത്തെ മേല. 4ാമത്തെ ഒന്ന് സാധനം. ഓക്കെ, ഇപ്പൊ കംപ്ലീറ്റ് ആയാ? ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയി. 5ാമത്തെ ലാസ്റ്റ് ഗെയിമാണ്. നമുക്കിനി 1 മിനിറ്റ് മാത്രമുള്ള നമുക്ക് എന്തായാലും ബാക്കി. ഇത് ചെയ്താൽ മതിയായിരുന്നല്ലോ. സ്നോവാ അവിടെ സ്നോ ഒക്കെ എടുത്ത് നമുക്ക് എറിയാൻ പറ്റൂട്ടാ. അടുപ്പനാണ് ഇത് ചെയ്യണ്ടേ? എടാ ടൈമില്ല. കംപ്ലീറ്റ് ആക്കിയാ? 5ാമത്തെ കളി മനസ്സിലാവും. അവിടെ ഞങ്ങള് ലാസ്റ്റത്തെ കളി കംപ്ലീറ്റ് ആയിട്ടാ. ഇഹാമച്ച ചത്തിട്ടുണ്ട് കേട്ടാ. അടി ഇഹാനി ചത്താ ചെന്ത ഇഹാമച്ച ചത്തുണ്ട്. സ്പെക്ടേറ്റ് ചെയ്യുന്ന എന്നാല് അവിടെ 14 പ്ലേയേഴ്സ് ഇതിൽ എലിമിനേറ്റ് ആയി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇഹാമച്ചാൻ എന്തായാലും ചത്തിട്ടുണ്ട്. ആ ഗെയിമിൽ കളിച്ചിട്ട് ഇജനെല്ലാ ഗെയിം കളിച്ച് ലാസ്റ്റത്തെ ഗെയിമിൽ ഇഹാമച്ചാൻ പൊട്ടിയറാ. ലാസ്റ്റത്തെ ഗെയിം അല്ല ടഫ് ആയിരുന്നില്ലേ? കളിക്കാൻ പറ്റുന്നില്ല. ആ ഹോൾഡ് ചെയ്യണ ഗെയിം മറ്റേ ജഗിൾ ചെയ്ത് കളിക്കണില്ലേ, ആ ഗെയിമാണ് ഇഹാമച്ചാൻ തോറ്റത്. ബാക്കിയെല്ലാം ഒറ്റക്കനെ കംപ്ലീറ്റ് ആക്കിയില്ലേ? അതൊന്നും സംഭവമല്ലേ? ഒറ്റക്ക് കളിക്കണ ഞാൻ സുഖമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ ഗെയിമും കളിക്കണം, അതാണ് പണി. പോട്ടെ. ആ ഇതെന്താ? ഒരു അടിയാണ് ഓടിക്കും. ഇപ്പം എന്തായാലും ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ആയിട്ട് ഇപ്പം അടിയാണ് നടക്കുന്നത് എല്ലാവരും കൂടിയിട്ട്. നമുക്ക് ആരെ അടിക്കണം? നമ്മൾ ബുദ്ധി കളിക്കാൻ പോയി. നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം, അതായിരിക്കും സേഫ്. അല്ലേ വേണ്ട, നമുക്ക് ആരെങ്കിലും പോയി അടിച്ച് തീർത്താലാ. കുറച്ച് അവിടെ ഒളിച്ചിരിക്കണം, പോയി അടിക്കാം. അവിടെ എനിക്കടി കൊള്ളുന്നു. ഓടി തള്ളിക്കോ. നമുക്ക് ആരെങ്കിലും പോയി ഒരു ഇടി എടുക്കാം. അവിടെ അടുത്ത് നിൽക്കണേ. ഓക്കെ, അവിടെ കളി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇടിക്കാൻ പോയപ്പോഴത്തേക്ക് കളി കഴിഞ്ഞിട്ടുണ്ട്. സോയ്സ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഗെയിം ആയിട്ട് നമ്മളെന്തായാലും നേരെ ഉള്ളിലേക്ക് പോവുകയാണ്. മേലെ ഉണ്ട് ഈ ഗെയിം എടുക്കുന്നത്. എന്ത് ഗെയിമാ? ഹൈഡ് ആൻഡ് സീക്ക് കേട്ടത്. ഒളിച്ചിരിക്കണ ആളായാൽ മതിയായിരുന്നു. അള്ളാ, ഒളിക്കൽ ഒളിച്ചത് മതി. ഒളിക്കണത് മതി, ഹണ്ടിങ് വേണ്ട. ടീം ബ്ലൂ എന്താ സംഭവം ഇഹാനെ? ടീം ബ്ലൂ എന്താ ഹൈഡ് ആൻഡ് സീക്കില്? ബ്ലൂ ഒളിച്ചിക്കലാ? എന്നാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടിട്ടാ. ഒളിച്ചിക്കലാണ് സുഖം എൻ്റെ അഭിപ്രായത്തിൽ. മറ്റേതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് അവരെയൊക്കെ നോടി കഴിച്ചിലാവുകയും ചെയ്യാം. റെഡ് ടീം എലിമിനേറ്റ് ദ ബ്ലൂ. അത് റെഡ് ടീം ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം വെച്ചിട്ടാ, ഒരു പ്ലെയറിനെ, ഒരു ബ്ലൂ ടീമിലുള്ള ഒരു പ്ലെയറിനെ നമ്മൾ എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കളയണം. അതായത് നമ്മൾ കൊന്നു കളയണം. നമ്മൾ ബ്ലൂ ടീമായ, ഇപ്പം ഞാൻ ബ്ലൂ ടീമാണ്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ കൊല്ലാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഇതിലൊരു എക്സിറ്റ് ഉണ്ടായി എക്സിറ്റ് കടക്കുക. തോന്നുന്നു എക്സിറ്റ് കടക്കണേലും ഏത് റൂമിൽ പോയി ഒളിച്ചിരിക്കണതാണ്. ഓക്കെ, അപ്പോൾ കളി എന്താ തുടങ്ങിയിട്ടുണ്ട്? ഇതെന്താ പ്രാർത്ഥിക്ക്. The gods of heaven and earth are leading me by the hand. ഓക്കെ, നമ്മളിവിടെയാണ്. നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. ഒരു ടൈമർ ഉണ്ട്. സർവൈവ് അൺടിൽ ദ ടൈമർ ഔട്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ണാട്ടോ. ഇത് കയറി. ഓക്കെ, നമ്മളെന്തായാലും കയറി ഡോർ അടച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ എക്സിറ്റ് ഡോർ ഓർ സർവൈവ് അൺടിൽ ദ ടൈമർ റൺസ് ഔട്ട്. ഓക്കെ, ഏകദേശം നമുക്കൊരു 3 മിനിറ്റുകൾ സമയം നമ്മൾ സർവൈവ് ചെയ്യണം. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ വേറെ 3 പ്ലേയേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്. ചത്തി ഓടിക്കോ. ഇവിടെ നമ്മൾ പിടിക്കാൻ വരുന്ന ഓടുണ്ട്. ഓടിക്കോ. എടാ അടിയിട്ടി. അവൻ നമ്മൾ കണ്ടില്ലട്ടാ. ഇവിടെ ഫുള്ള് ചോര ഇട്ടാ ഗൈസ്. ഓക്കെ, ഒരു ബ്ലൂ ടീമിൽ ഒരാൾ വരുന്നുണ്ട്. ഇവിടെ താക്കോലിറ്റ് വരുന്നു. ഓടിക്കോ. ഇവരിങ്ങനെ ഓടുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഇതെന്താ സംഭവം? ഓനതാ പ്ലെയേഴ്സിനായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഓടിക്കോ. ഓടോട് നിങ്ങൾ ഓടിയത് നമ്മളെന്തായാലും
ഇവിടെ ഈ ഗെയിം കിട്ടില്ല കേട്ടോ. ഈ ഗെയിം എങ്ങനെയും നമ്മൾ സർവൈവ് ചെയ്യണം. അടക്ക്, ഡോറടക്ക്, ഡോറടക്കറ പൊട്ടന്മാരെ. അവിടെ ചോപ്പിൻ്റെ ആള് ഓടിക്കും. അയ്യോ ഓടിക്കോടാ. അതുപോലെ ഇങ്ങോട്ട് ഓടണേ. ഇങ്ങോട്ട് ഓടാം നമുക്ക്. ഒരു ചോപ്പിൻ്റെ ആള് ഓടിക്കോ. എടാ നമ്മുടെ ബാക്കിൽ ഓടോടോടോട്. ഇവിടെ 1 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. എടാ ചത്തി 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 ചത്തി. ഇപ്പൊ ചാവും നമ്മളിപ്പോ ചാവും. അവിടെ 2 ആള് വരുന്ന മൂഞ്ചി. അവിടെ 40 സെക്കൻഡ് ഉള്ളു. ഒരു അടി കിട്ടി നമ്മള് ചത്തിട്ടാ. എടാ ചത്തറാ. ശേ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഫ്ലാഷ് ബാക്ക്. ടീം ബ്ലൂ എന്താ ഹൈഡ് ആൻഡ് സീക്കില്? ബ്ലൂ ഒളിച്ചിക്കല. എന്താ നമ്മള് രക്ഷപ്പെട്ടിട്ടാ. ഒളിച്ചിക്കലാണ് സുഖം എന്റെ അഭിപ്രായത്തില്.